നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ധന്യയോഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രമേഹ രോഗത്തിനായി പ്രയോജനപ്പെടുന്ന ചില യോഗ ആസനങ്ങൾ നോക്കാം. ഓരോ ആസനവും എങ്ങനെ ചെയ്യാമെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമെന്നും നമുക്ക് നോക്കാം. താമസിയാതെ ആസനയിലേക്ക് കിടക്കാം. കാഫ് മസിൽ റേസാണ് നമ്മൾ ചെയ്യുന്നത്. 20 to 30 ടൈംസ് ചെയ്യാം. 2 സെറ്റായിട്ടും 3 സെറ്റായിട്ടും ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മണ്ഡുകാസനയാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ള ആസനയാണ്. കൈകൾ മുഷ്ടി മടക്കി വയറിൻ്റെ ഇരുവശത്തുമായിട്ട് വെച്ച് കൈകൾ ഇങ്ങനെ ചലിപ്പിക്കണം. ശ്വാസം ഉള്ളിലോട്ടെടുത്ത് കുനിയുക. നേരെ നിന്ന് കൈകൾ ലൈറ്റായിട്ട് ചലിപ്പിച്ച് കൊടുക്കാം. ശ്വാസം എടുത്ത് എണീക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വക്രാസന. ഒരു കാല് മടക്കി കൈ മാറ്റി പിടിച്ച് ബാക്കിൽ തിരിഞ്ഞ് നോക്കുന്നതാണ് വക്രാസന. ഇത് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആസനകൾ പോലെ തന്നെ ആഹാരം കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം കണ്ടിന്യൂസ് വാക്കിംഗ് 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വാക്ക് ചെയ്യുന്നതും വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്ന ആസനകളും മുദ്രകളും ഫുഡിന് ശേഷമുള്ള വാക്കിങ്ങും എല്ലാം ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ മാറ്റമുണ്ടാകും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പശ്ചിമോത്താനാസനമാണ്. ഈ ആസന ഡയബറ്റിക്കിന് മാത്രമല്ല, വയറിൻ്റെ ദഹനത്തിനും പാൻക്രിയാസിൻ്റെതിനും എല്ലാത്തിനും വളരെ ബെനിഫിറ്റുള്ള ഒരു ആസനയാണ്. കൈ മുകളിലോട്ട് എടുക്കുമ്പോൾ ശ്വാസം എടുത്തും കൈ താഴോട്ട് വയ്ക്കുമ്പോൾ ശ്വാസം വിട്ടും നോർമൽ ബ്രീത്തിൽ കുനിഞ്ഞിരുന്ന് ശ്വാസം എടുത്തുകൊണ്ട് എണീച്ച് ശ്വാസം വിട്ട് കൈകൾ താഴെ ഇടാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശശാങ്കാസനയാണ്. ശ്വാസം എടുത്തുകൊണ്ട് എണീക്കുക. ശ്വാസം വിട്ട് കുനിഞ്ഞ് റിലാക്സിങ് പോസിൽ ഇരിക്കേണ്ടതാണ്. ഇത് മെൻ്റൽ സ്ട്രെസ് റിലീഫിനും വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു ആസനയാണ്. ശ്വാസം എടുത്തുകൊണ്ട് എണീക്കുക. ശ്വാസം വിട്ട് കൈകൾ താഴെ ഇടുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുദ്രകളാണ്. ഇത് ചിൻമുദ്ര. കൈകൾ കാലിൻ്റെ മുകളിൽ വെച്ച് ശ്വാസം ഉള്ളിലോട്ടും പുറത്തോട്ടും 3 പ്രാവശ്യം ഡീപ്പ് ബ്രീത്ത് എടുത്ത് നോർമലി കുറഞ്ഞത് 2 മിനിറ്റോ 5 മിനിറ്റോ മെഡിറ്റേഷനിൽ ഇരിക്കാവുന്നതാണ്. അടുത്തത് വരുണമുദ്ര. ലിറ്റിൽ ഫിംഗറും തം ഫിംഗറും യോജിപ്പിച്ച് ബാക്കി 3 വിരലുകൾ നേരെ നിവർത്തി കാലുകളുടെ മുകളിൽ വെച്ച് കണ്ണടച്ച് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് അങ്ങനെ 3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്ത് പിന്നെ നോർമൽ ബ്രീത്തിൽ മെഡിറ്റേഷനിൽ പോകാവുന്നതാണ്. തുടക്കക്കാരാണെങ്കിൽ 1 മിനിറ്റ് ആദ്യം തുടങ്ങി പതിയെ പതിയെ സമയം കൂട്ടി ചെയ്യാവുന്നതാണ്. ഈ 3 മുദ്രകളും രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കിഴക്ക് ഭാഗം നോക്കിയിരുന്ന് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഈ ഓരോ മുദ്രകളും 15 മിനിറ്റ് വീതം ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിരിക്കും. അടുത്തത് സുമന മുദ്ര. കൈകൾ തിരിച്ച് പിടിച്ച് നമസ്കാര നിലയിൽ വിരലുകൾ തമ്മിൽ യോജിപ്പിച്ച് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് 3 പ്രാവശ്യം ചെയ്ത് നോർമൽ ബ്രീത്തിൽ മെഡിറ്റേഷനിൽ ഇരിക്കുക. പ്രമേഹം അത് ഒരു രോഗമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ജീവിത രീതി, ആഹാര രീതി എല്ലാം കൂട്ടിച്ചേർന്ന് വരുന്നതാണ് പ്രമേഹം അഥവാ. ഇനി നമുക്ക് യോഗ ആസനങ്ങളിലൂടെയും മുദ്രകളിലൂടെയും ചെറിയ രീതിയിൽ ആഹാരം ശ്രദ്ധിക്കുകയാണെങ്കിൽ സമയത്തിന് കഴിക്കുകയും ചെയ്താൽ വളരെ നല്ല രീതിയിൽ കുറയ്ക്കാൻ കഴിയുന്നതാണ്. രാവിലെ ആഹാരം 8 to 9 കഴിക്കുകയും ഉച്ചയ്ക്ക് 12:30-2 മണിക്കുള്ളിൽ കഴിക്കുകയും രാത്രി 7 മണിക്കുള്ളിൽ ആഹാരം കഴിക്കുകയുമാണെങ്കിൽ നമ്മുടെ ഉറക്കം അത് വളരെ പ്രധാനമാണ്. 10 മണി തൊട്ട് 3 മണി വരെയുള്ള ഉറക്കം
നമുക്ക് ഡിസ്റ്റർബ് ആകാതെ കിട്ടുകയാണെങ്കിലും നമ്മുടെ ഈ രോഗത്തിനെല്ലാം ശമനമുണ്ടാകും. എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. ഈ ഓരോ ആസനകളും മുട്ടുവേദനയും ഈ അടുത്ത കാലത്ത് വല്ല ഓപ്പറേഷനും കഴിഞ്ഞവർ മാത്രം ചെയ്യേണ്ടതില്ല. കൂടുതലായിട്ടുള്ളവരും ചെയ്യാൻ പാടില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.